കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. മർക്കുസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളുടെ വചന സന്ദേശം. ഇന്നത്തെ സുവിശേഷം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശുവും ശിഷ്യന്മാരുമായുള്ള കണ്ടുമുട്ടലിൽ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ചോദ്യം 1: ക്രിസ്തു ശിഷ്യന്മാരായ നമ്മുടെ വിളിയും ദൗത്യവും എന്താണ്? ഉത്തരം: ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. ഇവിടെ സകല സൃഷ്ടികളോടും എന്നുദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ്റെയും നാഥനും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് നമ്മെ കാണിക്കുവാനായിട്ടാണ്. അതോടൊപ്പം തന്നെ സ്വർഗാരോഹണം നസ്രായനായ യേശുവിൻ്റെ അവസാനമല്ല, ആരംഭമാണെന്നും സുവിശേഷം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം: സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമെന്താണ്? ഉത്തരം: വിശ്വാസവും ജ്ഞാനസ്നാനവും. ക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറയുന്നതും അതിനെ തുടർന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതും ആദിമ ക്രൈസ്തവ സഭയുടെ സാഹചര്യത്തിൽ സർവ്വസാധാരണമാണ്. രക്ഷയുടെ അളവുകോൽ വിശ്വാസമാണ്. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുവാൻ തീരുമാനിച്ച വ്യക്തിയുടെ ജീവിതവും അതിൻ്റെ അവസാനവുമായിട്ടാണ് യേശു അതിനെ കണക്കാക്കുന്നത്. ചോദ്യം 3: സുവിശേഷ പ്രഘോഷണ ഫലമായി ഉണ്ടാകുന്ന വിശ്വാസത്തിന്റെ അടയാളം എന്താണ്? ഉത്തരം: പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്, പുതിയ ഭാഷകൾ സംസാരിക്കുന്നത്, വിഷമേൽക്കാതിരിക്കുന്നത്, രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്. യേശു പറഞ്ഞ ഈ അടയാളങ്ങൾ സംഭവിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാവി ഫലം പ്രവചിക്കുന്ന കുട്ടിയിൽ നിന്നും വിശുദ്ധ പൗലോസ് ദുരാത്മാവിനെ പുറത്താക്കുന്നു. വ്യത്യസ്ത ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നു. മാൾട്ടയിൽ വെച്ച് വിശുദ്ധ പൗലോസിന്റെ കയ്യിൽ പാമ്പ് ചുറ്റുന്നത്, അതോടൊപ്പം അപ്പോസ്തലന്മാരിലൂടെ നൽകപ്പെടുന്ന നിരവധിയായ രോഗസൗഖ്യങ്ങളും. പ്രിയപ്പെട്ടവരെ, യേശു വാഗ്ദാനം ചെയ്ത ഈ അടയാളങ്ങൾ ഇന്ന് നമ്മിലൂടെ നിറവേറപ്പെടേണ്ടിയിരിക്കുന്നു. ജീവിതത്തെ നശിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, തിരുസഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പൈശാചിക ശക്തികളെ എതിർക്കുവാനും നശിപ്പിക്കുവാനും ഈ വചനം നമ്മെ ധൈര്യപ്പെടുത്തുന്നു. ആധുനിക മനുഷ്യന് അവനെ മനസ്സിലാക്കുന്ന പുതിയ വാക്കുകളും ഭാഷയും സമ്പർക്കവും സുവിശേഷ പ്രഘോഷണത്തിൽ നാം അവലംബിക്കേണ്ടതുണ്ട്. കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ഇന്നത്തെ മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഭാഷാപരം എന്നത്. സർപ്പങ്ങളോടും വിഷദ്രാവകങ്ങളോടും ഉപമിക്കാവുന്ന ഈ കാലഘട്ടത്തിലെ എത്ര വിഷമയമായ തിന്മയ്ക്കും ആത്മീയ മനുഷ്യന് നശിപ്പിക്കാൻ സാധിക്കുകയില്ലെന്നും ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തന്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും വഴി നമുക്കും സ്വർഗത്തിലേക്കുള്ള വഴി ഈ ഭൂമിയിൽ യേശു കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ 1-ാം വായനയുടെ അവസാന വാക്യത്തിൽ മാലാഖമാർ ചോദിക്കുന്നത്: അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അതിൻ്റെ അർത്ഥം നമ്മുടെ കടമ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയല്ല, മറിച്ച് ഈ ഭൂമിയിൽ യേശു നമ്മെ ഏൽപ്പിച്ച വിളിയും ദൗത്യവും പൂർത്തീകരിക്കുകയാണെന്ന് സ്വർഗത്തിലെ മാലാഖമാർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ വചന വിചിന്തനത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും നാം നൽകുന്ന ക്രൈസ്തവ സാക്ഷ്യത്തെക്കുറിച്ചും വിശ്വാസ പ്രഘോഷണത്തെക്കുറിച്ചും ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കാം. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പോലെ ലോകത്തിന്റെ അറ്റങ്ങളോളം കർത്താവിന് വേണ്ടി വിശ്വാസം പ്രഘോഷിക്കുവാൻ ഞാൻ ഇന്ന് തയ്യാറാണോ? ഒരു ക്രിസ്തു ശിഷ്യനെ പോലെ തിരഞ്ഞെടുക്കപ്പെടുവാൻ തക്കവിധം ക്രിസ്തുവിന്റെ ജീവിതത്തെയും പ്രബോധനങ്ങളെയും എനിക്ക് അറിയുവാനും സ്നേഹിക്കുവാനും സ്വന്തമാക്കുവാനും സാധിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു ലോകരക്ഷകനാണെന്ന് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കേണ്ട കർത്താവാണെന്ന് നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ടും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും സാന്നിധ്യവും വിശ്വാസ പരിശീലനവും കൊണ്ട് ഏറ്റുപറയുവാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പിശാചിനെ, തിന്മയുടെ സാന്നിധ്യത്തെ ബഹിഷ്കരിക്കുവാനും ഇല്ലാതാക്കുവാനും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും രക്ഷയുടെയും ത്യാഗത്തിന്റെയും ഒക്കെ പുതിയ ഭാഷകൾ മറ്റുള്ളവരോട് സംസാരിക്കുവാനും എൻ്റെ വിശ്വാസ ജീവിതം നമ്മെ സഹായിക്കുന്നുണ്ടോ? എത്ര മാരകമായ, ബുദ്ധിമുട്ടേറിയ, വേദനയേറിയ അവസരങ്ങളിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവയെ അതിജീവിക്കുവാനും ജീവന്റെ സാക്ഷ്യം നൽകുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് സൗഖ്യദായകമായ ജീവിതങ്ങളായി നമ്മുടെ ജീവിതം പരിവർത്തനം ചെയ്യപ്പെട്ടോ എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങൾ കർത്താവിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കട്ടെ.
ഉദിതനായ ക്രിസ്തുവിന് വിശ്വസ്തരായിരിക്കുവാനും ജീവനും രക്ഷയുമേകുന്ന ക്രൈസ്തവ വിശ്വാസം ലോകമെങ്ങും ബോധ്യങ്ങളിലൂടെയും ജീവിത സാക്ഷ്യങ്ങളിലൂടെയും പ്രഘോഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.